രാജ്യത്തെ 8 സംസ്ഥാനങ്ങളിലായി 15 സ്ഥലത്ത് NIA വമ്പൻ റെയ്ഡ് നടക്കുന്നുവെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട ചാരവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ദേശീയ അന്വേഷണ ഏജൻസി NIA ശനിയാഴ്ച രാജ്യത്തെ 8 സംസ്ഥാനങ്ങളിലായി 15 സ്ഥലങ്ങളിൽ റെയ്ഡ് നടത്തിയെന്ന് നമുക്ക് മനസ്സിലാകുന്നു. സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് ജവാൻ മോത്തി റാം ജാട്ടിൻ്റെ അറസ്റ്റിന് ശേഷമാണ് ഈ നടപടി സ്വീകരിച്ചത്. പാകിസ്ഥാന് വേണ്ടി ചാരപ്രവൃത്തി നടത്തിയെന്ന കുറ്റത്തിനാണ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. ഡൽഹി, മഹാരാഷ്ട്ര, ഹരിയാന, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ്, അസം, പശ്ചിമ ബംഗാൾ എന്നിവിടങ്ങളിലെ പ്രതികളുടെ സ്ഥലങ്ങളിൽ NIA റെയ്ഡ് നടത്തി. ഈ സമയത്ത് നിരവധി ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, സെൻസിറ്റീവ് സാമ്പത്തിക രേഖകൾ, മറ്റ് കുറ്റകരമായിട്ടുള്ള വസ്തുക്കൾ എന്നിവ പിടിച്ചെടുത്തതായും NIA തങ്ങളുടെ പ്രസ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. NIAയുടെ അഭിപ്രായത്തിൽ ഈ വസ്തുക്കൾ പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള രഹസ്യ ഓപ്പറേറ്റർമാർ നടത്തുന്ന ചാരവൃത്തി റാക്കറ്റിൻ്റെയും ഇന്ത്യ വിരുദ്ധ തീവ്രവാദ ഗൂഢാലോചനയുടെയും ഭാഗമാണ്. റെയ്ഡിൽ ലക്ഷ്യമിട്ട പ്രതികൾക്ക് പാകിസ്ഥാൻ ഓപ്പറേറ്റർമാരുമായി ബന്ധമുണ്ടെന്നും പണത്തിനായി ഇന്ത്യയിൽ അവർ ചാരവൃത്തി നടത്തുന്നുണ്ട് എന്നും NIAക്ക് മനസ്സിലായിട്ടുണ്ട്. മെയ് 20-ന് NIA കേസ് രജിസ്റ്റർ ചെയ്യുകയും സസ്പെൻഡ് ചെയ്യപ്പെട്ട CRPF അസിസ്റ്റന്റ് ASI മോത്തി റാം ജാട്ടിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. 2023 മുതൽ ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട രഹസ്യാന്വേഷണ വിവരങ്ങൾ ജാട്ട് പാകിസ്ഥാന് നൽകി വരികയായിരുന്നു. അയാൾക്ക് പണം ലഭിച്ചുകൊണ്ടുവരുന്നു. CRPF ജാട്ടിനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു എന്ന റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിലാണ് ഇപ്പോൾ 15 ഇടങ്ങളിൽ 8 സംസ്ഥാനങ്ങളിൽ NIA വമ്പൻ റെയ്ഡ് നടത്തിയിരിക്കുന്നു. അതിൽ നിന്ന് നിർണായകമായിട്ടുള്ള രേഖകളും വിവരങ്ങളും ഡിജിറ്റൽ എവിഡൻസുകളും പിടിച്ചെടുത്തിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളും കൂടെ പുറത്തു വരുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.